ഹലോ, എടാ നീ എവിടെയാ? ഞാൻ വല്യങ്ങാടിയിലുണ്ടല്ലോ. പിന്നെ ഇന്ന് വൈകുന്നേരം ബിരിയാണി ഉണ്ടാക്കിയാലോ എന്നൊരു പ്ലാന്. നീ വരുമ്പോ അരി മേടിക്കുവോ? ബിരിയാണി നല്ലൊരു ഐഡിയ ആണ്. അരി ഏത് വാങ്ങിക്കണം? കൈമ വാങ്ങിച്ചോ, അതിലെ ടേസ്റ്റ് ഉണ്ടാവാ. കൈമ അരിയില്ലേ, അത് എത്ര വേണ്ടി വരും? അരി ഒരു കാര്യം ചെയ്യേ, 5 കിലോന്റെ പാക്കറ്റ് വാങ്ങിച്ചോ, ബാക്കി നമുക്ക് പിന്നെ ഉപയോഗിക്കാം. വല്യങ്ങാടി ആകുമ്പോൾ ഹോൾസെയിൽ കിട്ടുമല്ലോ അല്ലേ? 5 കിലോന്റെ പാക്കറ്റ് അല്ലേ വേണ്ടേ? അതെ, കൈമയ്ക്ക് നല്ല വിലയാന്നാ കേൾക്കുന്നത്. നീ ഒന്ന് അന്വേഷിച്ച് നോക്കിയിട്ട് വാങ്ങിച്ചോ. ശരി, വാങ്ങിക്കാം. അങ്ങനെ ഈ വർഷം മാത്രം കൂടാൻ കാരണം ഈ ലാസ്റ്റ് ഇയറിൻ്റെ ക്രോപ്പ് ടോട്ടലി ഫെയിലിയർ. ടോട്ടലി മീൻസ് ഒരു 50%, 100 ക്രോപ്പിലെ ഒരു 50% ക്രോപ്പ് ഫെയിലിയറാണ്. മഴ കൊണ്ട് കാലാവസ്ഥ മോശമായ കൊണ്ട് ഫെയിലിയറായ കാരണം സാധനം ഷോർട്ടായ കൊണ്ട് ഡിമാൻഡ് കൂടി. കുറച്ച് ഗൾഫ് ഡിമാൻഡായി, കുറച്ച് ഇവിടുത്തെ ഡിമാൻഡ് ഡബിളായി. ഡിമാൻഡ് ഡബിൾഡ് ആയതുകൊണ്ട് സാധനം കിട്ടാതെ ആയിപ്പോയി. അപ്പോൾ കിട്ടാതെ കൊണ്ടാണ് വില കൂടാൻ കാരണം മെയിനായിട്ട്. കൈമ സാധനമാണ് ഷോർട്ട്, അതാണ്. അതുകൊണ്ട് എല്ലാ ബ്രാൻഡിಗೆ ബാധകമായിപ്പോയി. ഒരു പ്രത്യേകമായിട്ട് ഒരു ബ്രാൻഡിಗೆ മാത്രമല്ല, എല്ലാവർക്കും ഷോർട്ടേജാണ്. ചേട്ടാ, കൈമ അരി ഉണ്ടോ? കൈമയുണ്ട്, കോലുണ്ട്. കൈമ റൈസ് ആണ് വേണ്ടത്. കൈമ റൈസ് ഉണ്ട്. കൈമ റൈസ് കുറച്ച് വില കൂടുതലാണ്. 5 കിലോ പാക്ക് ചെയ്യുമ്പോൾ കുറച്ച് വില കുറയും. ഞങ്ങളുടെ ആദ്യത്തെ സ്റ്റോക്കാണുള്ളത്. അത് 950 റുപ്യ പാക്കറ്റ്. 950? അല്ലെ, ഞാൻ കഴിഞ്ഞ മാസം ഇവിടുന്ന് വാങ്ങിച്ച് ഇത്ര പൈസയൊന്നും ഇല്ലല്ലോ. കഴിഞ്ഞ മാസം അത്ര വില കൂടിയിട്ടില്ല, പക്ഷേ ഇപ്പം ജൂലൈ മാസം മുതൽക്ക് നല്ല വില കയറ്റുണ്ടായത്. എന്താ കാരണം? കാരണം അവിടെ സാധനങ്ങൾ ഈ അരി വരുത്ത് വളരെ കുറവാണ്. ബംഗാളിലെ ഉൽപാദനം കുറഞ്ഞെന്നാണ് അവർ പറയുന്നത്. അവിടെ ഈ പശ്ചിമ ബംഗാളിൽ ഈ കൃഷിയൊക്കെ വലിയ പ്രശ്നമായി. ഒരു വർഷം സ്റ്റോക്ക് ചെയ്യുന്ന പാടിയാണ്, അതുകൊണ്ടാണ് ഇപ്പോഴും വില കൂടിയത്. ഇത് സംഭവം നടന്നത് കഴിഞ്ഞ കാലവർഷ സമയത്ത് നടന്നതാണ് സംഭവം. അതുകൊണ്ട് ആ അന്നത്തെ അരിയാണ് ഇപ്പം ഇവിടെ വരുന്നത്. ഉൽപാദനം പൂർണ്ണമായിട്ട് നല്ലൊരു ശതമാനം കുറവാണ്. റീറ്റെയിൽ കടകളിലൊക്കെ അപ്പം 130 അല്ല, 240 റുപ്യാണ് ഇപ്പൊ ശരാശരി വില. 230, 240 റുപ്യ റീറ്റെയിൽ കടയിൽ വില. ഒരു കിലോ നല്ല ക്വാളിറ്റി അരിക്ക്, കൈമാരികൾക്ക്. നേരത്തെ എത്ര ഉണ്ടായിരുന്നു? നേരത്തെ അവർക്ക് 140 റുപ്യ, 150 റുപ്യ ജൂൺ മാസം വരെയൊക്കെ വിറ്റിരുന്നു അവര്. 150 രൂപയുടെ വ്യത്യാസമുണ്ട്. ശരിക്കും ശരാശരി ചില്ലറ കടയിലാണെന്ന് വെച്ചാൽ 240 റുപ്യൊക്കെ നല്ല റോസ് ബ്രാൻഡ് അരി വെക്കുന്നത്. അവർക്ക് അങ്ങനെ വെക്കാൻ കഴിയുള്ളൂ. ഹോട്ടലുകളിലും വീടുകളിലൊക്കെ കൈമാരിയാണല്ലോ കൂടുതലും. ബിരിയാണിക്ക് ഏറ്റവും ഉത്തമം കൈമ റൈസാണ്. ഒരു ചാക്കരി 50 കിലോൻ്റെ ഒരു ചാക്കരി ഞങ്ങൾ കൈമ റൈസ് വെക്കാൻ 20,100 റുപ്യ, 200 റുപ്യ മാർക്കറ്റ് വരുന്നുണ്ട്, വില വരുന്നുണ്ട്. ഈ പ്രശ്നം ഉടനെ പരിഹരിക്കുമോ? എന്തായാലും ഒരു വർഷം കഴിയും. ഈ വില തന്നെയായിരിക്കും. ഈ വില തന്നെ, ഇതിൽ കൂടുകയുള്ളൂ, വില കൂടാനാണ് സാധ്യത. വില കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ബിരിയാണി അരിക്ക് ആവശ്യക്കാരേറെയാണ്. മനോജ് പയ്യന്നൂരിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.